എന്തായാലും ഞാൻ ഈ ടൂളും കൊണ്ട് ഇറങ്ങിയത് നന്നായി. ഇങ്ങനൊരു സ്ഥലത്തേക്ക് എത്തിപ്പെടുന്നു വിചാരിച്ചില്ല. കിട്ടില്ല സ്കൈ ആണ്, നിങ്ങളത് കാണണം. ഇത് ഏതാ പാർക്ക് എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞങ്ങൾ ഏതോ പാർക്കിലുള്ളത്. ഇവൻ ഏതോ റോഡ് എടുത്താണ്. ജീവനി സമ്പൂർണ്ണ ജൈവവള. ഓക്കെ, സുവർണോദ്യാനം. സുവർണോദ്യാനം ബയോളജിക്കൽ പാർക്കാണ് കേട്ടത്. ഞാൻ അകത്ത് പോയിട്ട് പറഞ്ഞതാ എന്താണെന്ന്. ഇതെന്താ സംഭവം സെറ്റപ്പ് എത്ര? ഇത് എയർപോർട്ടിന്റെ അടുത്ത് ഒരു നല്ല റോഡ് എന്ന് പറഞ്ഞിട്ട് ഇവന്റെ അടുത്ത റോഡാണ് കേട്ടത്. അത് നിറയെ വണ്ടികളൊക്കെ ഉണ്ട്. ഇതാ ആൾക്കാരൊക്കെ വരുന്ന ഏരിയ ആണെന്നാണ് തോന്നുന്നത്. അടിപൊളി കൊള്ളാട്ടോ ഇവിടെ. നൈസ്, നല്ല സേവ് ദ ഡേറ്റ് ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലം. ഇങ്ങനെ കണ്ടു ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ. നമ്മളിതുവരെ കാണാത്തൊരു കോഴിക്കോട് സരോവരം പാർക്ക് പോലെ ഉണ്ട് അല്ലേ? പക്ഷെ സരോവരത്തിൻ്റെ അത്രയും മരങ്ങളൊന്നുമില്ല ഇവിടെ. രസമുണ്ട്. ഇത് പഞ്ഞി കോട്ടൺ, നമ്മൾ കിടക്കയിലൊക്കെ ഉണ്ടാക്കുന്ന സാധനമല്ലേ ഇത്, അതിൻ്റെ മരമാണിത്. ബ്യൂട്ടിഫുൾ. ഇതൊക്കെ നിങ്ങൾ ഇതിനേക്കാളും ഭംഗി കണ്ടിട്ടോ നേരിട്ട് കാണാൻ. എന്തായാലും ഞാൻ ഈ ടൂളും കൊണ്ട് ഇറങ്ങിയത് നന്നായി. ഇങ്ങനൊരു സ്ഥലത്തേക്ക് എത്തിപ്പെടുന്നു വിചാരിച്ചില്ല അല്ലേ കൃഷ്ണേട്ടൻ? നമ്മൾ അമ്പഴം ആകെ പറയൽ ആനവായിൽ അമ്പഴങ്ങ, അല്ലാതെ നമ്മൾക്ക് അമ്പഴം എന്ന് പറഞ്ഞിട്ടൊരു സാധനമില്ല. അമ്പഴം എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അമ്പഴം എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇത് മിയാവാക്കി വനമാണ് കേട്ടോ. അതായത് ഇങ്ങനെ ഉണ്ടാക്കുന്നതിനാണ് അങ്ങനെ പറയുന്നത്. നിങ്ങളിപ്പോൾ ആരെങ്കിലും ഡ്രോപ്പ് ചെയ്തിട്ട് ഭയങ്കര അങ്ങോട്ട് കാണിച്ചെടുത്തേ ഭയങ്കര വിഷമിച്ചിട്ടൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് കുറച്ച് നടന്ന് വിഷമൊക്കെ മാറ്റിയിട്ട് വീട്ടിപ്പോൾ കാരണം എയർപോർട്ട് റോഡ് തന്നെ ഭയങ്കര അടിപൊളി സ്ഥലം. മഴയത്ത് ഭയങ്കര അടിപൊളിയായിരിക്കും അല്ലേ? കൊള്ളാം. എൻ്റെ ഒരു ഡിസിഷനെ ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. 2 minute അപ്രിസിയേഷൻ. ഇതിനുള്ള ഫ്ലൈറ്റ് കറക്റ്റ്